കാറ്റത്തെ കിളിക്കുഴി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സുധീഷ് നിതീഷുമായിട്ട് ക്ഷേത്രത്തിലിരിക്കുമ്പോഴത്തേക്കാണ് സുഭാഷ് വന്ന് ചോദിക്കുന്നത്, നിങ്ങളൊക്കെ എല്ലാവരും കൂടെ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ, അത് സത്യത്തിൽ അത് നിധിയെ ഉദ്ദേശിച്ചായിരുന്നു ചോദിച്ചത്. ഇത് കേട്ടത് സുഭാഷ് പറയുന്നുണ്ട് വീണ്ടും നിധിയുടെ അടുത്ത്, എനിക്കിപ്പോൾ സന്തോഷമായി ആ വീട് വിട്ട് എല്ലാവരുമായിട്ട് മാറി നിൽക്കുന്നത് ഇതാദ്യം. എന്നാൽ ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ഈ കുടുംബക്ഷേത്രത്തെക്കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു. എന്നാൽ ഏതോ ഒരു ബുദ്ധിപൂർവം ചെയ്തത് കൊണ്ട് തന്നെയാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിച്ചത്. ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, അത് ശരി തന്നെയാണ്, നമുക്ക് വലിയച്ഛൻ്റെ ആ ഒരു വായി നിന്ന് തന്നെ ഇത് കേൾക്കാൻ സമ്മതം കിട്ടിയല്ലോ, അത് തന്നെ വളരെ ഇതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് ഭാസ്കരൻ പറയുക, എന്തായാലും എനിക്ക് ഇതുവരെ പറയാൻ തോന്നാത്തത്, എന്തായാലും നമ്മുടെ വീട് ആ ഒരു ഗതിയിലാണ് കിടന്നത്, മുന്നോട്ട് ഇനി പോകില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ നിധിയുടെ വരവോട് കൂടി നമ്മുടെ എല്ലാ ഒരു മാറ്റം വന്നതാണ് നമ്മുടെ വീട്ടിൽ. അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചു ഒരിക്കൽ പറയണമെന്ന്, നമുക്കിങ്ങോട്ട് വരണമെന്ന്. ആ സമയത്ത് ചോദിക്കുന്നുണ്ട് സുഭാഷ്, എന്നാലും ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് പറയാൻ തോന്നിയില്ലല്ലോ, ഇപ്പം പിന്നെ ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമല്ലേ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏതായാലും നിമിത്തം കാരണം നമ്മൾ ഇവിടെ വന്ന് എത്തിയല്ലോ, അത് തന്നെ വളരെ ഒരു വലിയ കാര്യമാണ്. എന്തായാലും ഒരു തീരുമാനം എടുക്കണം, നമ്മളെ വീട്ടിലെ തടസ്സങ്ങളും അതുപോലെ തന്നെ കല്യാണം നടക്കാൻ്റെ എല്ലാ ഒരു ഇതിനു വേണ്ടി നമുക്ക് ഒരു നേർച്ച തന്നെ എടുക്കണം ഇവിടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കാവടി നേർച്ചയ്ക്ക് നേരുകയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെ കാര്യവും നടക്കാൻ അതുപോലെ തന്നെയാണ് കല്യാണങ്ങൾ നടക്കാനും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വ്രതമൊക്കെ എടുത്തിട്ട് അങ്ങനെ ക്ഷേത്രത്തിൽ കൂടെ എന്നും അവിടെ തന്നെ താമസിച്ച് എന്നും തൊഴാൻ പോകുന്നതും അതൊക്കെ ഒരു വലിയ സന്തോഷമായിട്ട് നിധി കരുതുന്നെന്ന് പറയുന്നുണ്ട് സുധീഷിൻ്റെ അടുത്ത്. എന്തായാലും ഈ വരവ് നമുക്ക് സുഭാഷേൻ്റെ കല്യാണത്തിനെ കുറിച്ചുള്ളതൊരു വലിയ ഒരു ആഘോഷം തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരി തന്നെയാണ് നിധി പറയുന്നത്. ഇവിടെ വന്നേ പിന്നെ കൂടുതൽ അടുക്കാൻ പറ്റി. ആരായിട്ടെന്നറിയാവോ, എനിക്ക് നിൻ്റെ അടുത്തും അത് മാത്രമല്ല സുഭാഷേട്ടന് ചാന്ദിനിയായിട്ട്. ഇത് കേട്ടപ്പോഴത്തേക്കും എൻ്റെ കാര്യം പറയണ്ട എന്ന് നിധി പറയുന്നുണ്ട്. എന്താ നിധി ഇങ്ങനെയൊക്കെ, ഇവിടെ വന്നിട്ട് പിണക്കാണോ? നിൻ്റെ കാര്യം എല്ലാം ഞങ്ങളെ കാര്യം എല്ലാം നടക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അത് നടക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് നിധി പറയുക, എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് സുധീഷ് പറയുന്നുണ്ട് സുഭാഷിൻ്റെ അടുത്ത്, എന്തായാലും ചാന്ദിനി ഇവിടെ വന്നതിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷതയായിട്ട് തോന്നുന്നില്ലേ സുഭാഷേട്ടന്? നിങ്ങൾ തമ്മിലിപ്പോൾ ഒരു വലിയൊരു അടുപ്പം നമ്മളിവിടെ കാണുന്നുണ്ട്, ഭയങ്കര പ്രേമമൊക്കെ. അതൊക്കെ എന്ത് വെച്ചാലും നമ്മൾ കാണാൻ വേണ്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് തോന്നുന്നതാ, ഞാൻ എന്നും അവളുടെ അടുത്ത് സംസാരിക്കും പോലെ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് സുഭാഷ് പറയുന്നുണ്ട്. ഇത് കേട്ടതും ഹരീഷ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല സുഭാഷേട്ടൻ, അങ്ങനെ ആരുടെ അടുത്ത് അധികം സംസാരിക്കുന്ന ആളല്ലേ, നമ്മുടെ വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രകൃതം. പക്ഷേ ഇത് ആദ്യമായിട്ട് ചാന്ദിനിയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. ഹരീഷ് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ നീതുവിനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നീതുവിനെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നീതു ഫോണ് കട്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് എന്താണെന്ന് അറിയില്ല, ഇന്ന് വിളിച്ചിട്ട് കിട്ടുന്നതാ, ഇന്ന് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ഹരീഷ് പറയുന്നുണ്ട് നികേഷിൻ്റെ അടുത്ത്. എന്തായാലും വേറെ കുഴപ്പമൊന്നും കാണില്ല, എവിടെയാണെങ്കിലും ഫോൺ വെച്ചിട്ട് പോയി കാണും, അതായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നികേഷ് അടുത്തുള്ള ഒരാടുത്ത് വിളിച്ച് ചോദിക്കുകയാണ്, നീതുവിൻ്റെ വീട്ടിൽ അവിടെ ആരുമില്ലേ, എല്ലാവരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, എന്ത് പറ്റിയെന്നൊക്കെ. അങ്ങനെ അവർ പറയുന്നുണ്ട്, അത് അമ്പലത്തിൽ കൊണ്ടുപോയായിരുന്നു, അമ്പലത്തിൽ കൊണ്ടുപോയി എല്ലാവരുമായിട്ട് തൊഴാൻ പോയെന്ന് പറഞ്ഞ് പോയതാ. പക്ഷെ അവിടെ കൊണ്ടുപോയി നീതുവിനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. ഒന്നും അറിയാതെ കൂടെ പോയതാ. പോയിട്ട് അവിടെ കൊണ്ട് ഇരുത്തിയിട്ടാണ് പറഞ്ഞ്, ഇത് നിന്നെ കെട്ടാൻ പോണ ചെറുക്കനാന്ന്. അത് നീതുവിൻ്റെ സഹോദരനും അതുപോലെ അമ്മയും അച്ഛനും എല്ലാവരും പറ്റിച്ചതാ. എന്തായാലും കല്യാണം നടന്നില്ല. അവളെന്തോ ബുദ്ധിപൂർവ്വം ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് മാറിയെന്ന് പറയുന്നിടത്ത് കേട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഹരീഷിൻ്റെ അടുത്ത് നികേഷ് ഈ കാര്യം പറയുന്നുണ്ട്. ഇത് പറഞ്ഞതും എന്ത് കാര്യമായിരിക്കും അവൾ പറഞ്ഞത്? എന്തായാലും അവൾ വീട്ടുകാർ കൊള്ളാമല്ലോ, നമ്മൾ നാട്ടിലില്ലാത്ത സമയത്ത് തന്നെ അവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി അവരെടുത്ത തീരുമാനമായിരിക്കും. എന്തായാലും നീതു അല്ലേ, നീതു ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. നീതുവിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഹരീഷാണെന്ന് ഞങ്ങൾക്കറിയാം കേട്ടോ എന്ന് നിധി പറയുന്നുണ്ട്. എന്നിട്ട് നിധി പറയുക, നിധിയാണെങ്കിൽ
ഓരോ കാര്യം പറയുമ്പോഴത്തേക്കും സുധീഷ് നോക്കിയിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും എന്നെക്കുറിച്ച് പറയുമോ കേൾക്കാൻ വേണ്ടി. അങ്ങനെ നിധി പറയുന്നുണ്ട്, ഞാനെന്താ വെച്ചാലും പറഞ്ഞത് നീതുവിനെക്കുറിച്ചാണ്. നീതു ആണെങ്കിൽ ഒരിക്കലും വേറൊരു കല്യാണത്തിന് സമ്മതിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. എന്തായാലും ഹരീഷിനെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ പറയുന്നുണ്ട് സുധീഷും, എനിക്കും തന്നെ ഇഷ്ടമാണല്ലോ, പക്ഷേ എന്താ ഒഴിഞ്ഞു മാറി നടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ഈ കാര്യമൊന്നും പറയണ്ട, ഞാനാണെങ്കിൽ ഇപ്പം പറഞ്ഞ വേറെ കാര്യമാണ്, അതുകൊണ്ട് സുധീഷ് അവിടെ മിണ്ടാതിരിക്കുക എന്നൊക്കെ ദേഷ്യത്തിൽ പറയുന്നുണ്ട്. ഇത് കേട്ടതും സുധീഷ് വീണ്ടും പറയുന്നുണ്ട് നിധിയുടെ അടുത്ത്, എല്ലാവരുടെ കാര്യത്തിലും ഇടപെട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു, പക്ഷെ സ്വന്തം കാര്യം മാത്രം നോക്കില്ല. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്, അത് സുധീഷിന് തോന്നല എന്ന് നിധി പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഇനി അടിയൊന്നും കൂടണ്ട എന്ന് നികേഷ് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് നിധി. എന്നിട്ട് നിധിയാണെങ്കിൽ ഫോൺ വിളിക്കുന്നുണ്ട്. ഹരീഷിൻ്റെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. എന്തായാലും നീതുവിനെ കിട്ടുന്നില്ലല്ലോ, എന്താണെന്ന് വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. നീതുവിനെ ഫോൺ എടുത്ത് നീതു പറയുക, ഞാനറിയാതെ എൻ്റെ വീട്ടിലെ എല്ലാവരും കൂടെ ഒരു അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. പക്ഷേ അവിടെ കൊണ്ടുപോയി ഇത് കല്യാണമെന്ന് അറിഞ്ഞില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു നടക്കാതിരിക്കാൻ, പയ്യൻ്റെ വീട്ടുകാർക്ക് സമ്മതമായിരുന്നു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഗർഭിണിയാന്ന്. ഇത് പറഞ്ഞതും ആ പയ്യൻ്റെ വീട്ടുകാർ ഉടനെ പറഞ്ഞ് കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് പോയി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്തായാലും നല്ല ബുദ്ധി തന്നെയാണ് കേട്ടോ എന്നൊക്കെ നിധി ചോദിക്കുന്നുണ്ട് നീതുവിൻ്റെ അടുത്ത്. എങ്ങനെയെങ്കിലും എനിക്കിതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്, സുഭാഷിൻ്റെ അടുത്തും ഹരീഷിൻ്റെ അടുത്തും, ഇങ്ങനെ സംഭവം നടന്നത് ശരി തന്നെ, പക്ഷേ കല്യാണം നടക്കാത്തതിന് വേറൊരു കാര്യമുണ്ട്. നീതുവാണെങ്കിൽ പറഞ്ഞു നീതു ഗർഭിണിയാണെന്ന്. ഇത് പറഞ്ഞുകൊണ്ടാ ഇത് ഈ കല്യാണം വേണ്ടെന്ന് വെച്ച് ആണെൻ്റെ വീട്ടുകാർ ഓടിയത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നീതുവിന് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നോ എന്നൊക്കെ സുഭാഷ് ചോദിക്കുന്നുണ്ട്. ഹരീഷാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും നിൽക്കാൻ പഠിച്ചവളവൾ, അതുകൊണ്ടല്ലേ നമ്മളെ വീട്ടിൽ വരെ വന്നത്. എന്തായാലും ഇത് നിൻ്റെ അടുത്ത് ഇഷ്ടം കൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് സുധീഷ് ഹരീഷിൻ്റെ അടുത്ത്. എന്തായാലും പോയ ഉടനെ തന്നെ നമുക്ക് ആ കല്യാണത്തിൻ്റെ ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ അവിടെ നിന്നാൽ ഇനി അവളെ വീട്ടുകാർ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഇനി വേറെ കല്യാണത്തിന് സമ്മതിപ്പിക്കും. അതുകൊണ്ട് നമുക്കിനി പോയ ഉടനെ തന്നെയാണ് നീതുവിൻ്റെയും ഹരീഷിൻ്റെയും കാര്യത്തിൽ തീരുമാനമെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഭാസ്കരൻ പറയുക, കണ്ടോ ഭയങ്കര ബുദ്ധിമതി തന്നെയാണ് നീതു, എന്തായാലും എവൻ്റെ അത്ര ബുദ്ധി കൂടുതലുണ്ടെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഹരീഷ് പറയാം, നിങ്ങളൊന്നും പറയണ്ട, ഞങ്ങൾക്ക് കാര്യം ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. ആരും ഒന്നും സമ്മതിച്ചിരില്ല, അത് തന്നെ എൻ്റെ മക്കളെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഭാസ്കരൻ പോകുന്നുണ്ട്. അങ്ങനെ നീതുവും ഹരീഷും കൂടെ ഫോൺ ചെയ്യുന്നുണ്ട്. ഫോൺ ചെയ്ത് സംസാരിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയുകയും അത് കഴിഞ്ഞിട്ട് വീട്ടുകാരുടെ അടുത്ത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. നീതു ഇനിയും എന്നെ കല്യാണം ആലോചിക്കാൻ വേണ്ടി ആരെയും കൊണ്ട് ഈ വീട്ടിൽ വരരുത് എന്നൊക്കെ പറയുന്നുണ്ട്. നീ പറഞ്ഞ കാര്യം സത്യമാണോ എന്നൊക്കെ പറഞ്ഞ് അമ്മയും അനിയനും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെയാണ് സങ്കടത്തിലിരിക്കുന്നുണ്ട്. വീട്ടുകാർക്കൊക്കെ ഇത് കേട്ടത് ഭയങ്കര സങ്കടമാവുകയും അതുമാത്രമല്ല അവരാണെങ്കിൽ കരയുകയും ചെയ്യുന്നുണ്ട്. അമ്മയുടെ കരച്ചിൽ കേട്ടിട്ട് പറയുന്നുണ്ട് നീതുവിൻ്റെ അച്ഛൻ, എന്തായാലും ഇനി നമുക്കൊന്നും പറയണ്ട, അവളെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്നൊക്കെ പറയുകയും അത് കേട്ട ഉടനെ തന്നെ നീതു അകത്തേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹരീഷിനെ ഫോൺ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ എത്ര നാളിങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ഉടനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്തായാലും നാട്ടിൽ വന്നിട്ട് എന്നെ തീരുമാനിക്കാം എന്ന് ഹരീഷ് ഉറപ്പ് നൽകുന്നുണ്ട്. ഈ കാര്യം സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഹരീഷ്. അപ്പോഴത്തേക്കും പറയുക, എന്തായാലും ഇവിടെ വന്നതിൽ എല്ലാ തടസ്സങ്ങളും മാറിയെന്നാണ് തോന്നുന്നത്. അന്ന് നമ്മൾ ഇവിടെ പൂജയ്ക്ക് നിന്ന സമയത്ത് തന്നെ പറഞ്ഞില്ലായിരുന്നോ കല്യാണം എല്ലാം നടക്കും, എല്ലാ തടസ്സങ്ങളും മാറുമെന്ന്. അതുപോലെ തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നതും. അതുകൊണ്ട് ആരും വിഷമിക്കണ്ട. പക്ഷേ അച്ഛൻ ഇവിടെ വന്നപ്പോൾ പണ്ടത്തെ എല്ലാ കൂട്ടുകാരെ കണ്ടപ്പോഴത്തേക്കും അച്ഛൻ ഒരു വേറെ ആളായി മാറിയിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് നമുക്കിനി വല്ലപ്പോഴും തന്നെ ഇങ്ങോട്ട് വരണം, അച്ഛൻ്റെ സന്തോഷമൊന്ന് വേറെ തന്നെ അല്ലേ എന്നൊക്കെ സുധീഷ് ചോദിക്കുന്നുണ്ട് നിധിയെടുത്ത്. അത് ശരി തന്നെയാണ്, ഇത്രയും കാലം ഇവിടുത്തെ കാര്യം മറച്ചു വെച്ചത് വലിയ തെറ്റായിപ്പോയി, നേരത്തെ വരേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ആകാശപൂർവമായിട്ടുള്ള കുറേ ദിവസങ്ങൾ കടന്നുപോയത് അറിഞ്ഞില്ല. അങ്ങനെ പോവാൻ നാട്ടിലേക്ക് എന്നൊക്കെ പറയുന്നുണ്ട് സുഭാഷ്. അങ്ങനെ എല്ലാവരും കൂടെ നാട്ടിലേക്ക് തിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ വന്ന ഉടനെ പറയുന്നുണ്ട് സുഭാഷിൻ്റെ അടുത്ത്, എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയാണെങ്കിൽ കുറച്ച് നാളുകൾ മാത്രമല്ലേ ഉള്ളൂ, അവിടുത്തെ പോയപ്പം നമുക്ക്
കുറേ കാര്യങ്ങൾ മനസ്സിലായി അച്ഛനെക്കുറിച്ച് തന്നെ. പക്ഷേ അച്ഛൻ ഇവിടെ കാണുന്ന ആളല്ല അവിടെ ആയിരുന്നത്. എന്തായാലും നമുക്ക് അച്ഛനാണെങ്കിൽ ഇത്രയും നാളും പറഞ്ഞില്ല എങ്കിലും നമുക്ക് എല്ലാം മനസ്സിലായ കുറേ ദിവസങ്ങളായിരുന്നു അത്. സുഭാഷേൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെയാണ് ചാന്ദിനിയുടെയും. കുറേ ദിവസം കൊണ്ട് അവർ കൂടുതൽ അടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. ഇനി നമുക്ക് ആലോചിച്ചിട്ട് അവരുടെ കല്യാണം നടത്തണം, അത് തന്നെയാണ് ഇനി അടുത്ത തീരുമാനം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ ഹരീഷും നികേഷും സുധീഷിനടുത്ത് പറയുന്നുണ്ട്, ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? എന്തായാലും ഇപ്പോൾ നിധി ചേച്ചിക്ക് നിങ്ങളുടെ അടുത്ത് എന്തോ ഒരു അടുപ്പം തോന്നുന്നുണ്ട്. ഞങ്ങൾ അവിടെ വെച്ച് ശ്രദ്ധിച്ചതാ. അല്ല എങ്കിൽ സൈക്കിളിലൊക്കെ കയറുമോ? അവിടെ വെച്ച് ഫോട്ടോയ്ക്കൊക്കെ സെൽഫിക്കൊക്കെ നിന്ന് തരുമോ? അതുകൊണ്ട് എന്തോ വളരെ മാറ്റമൊക്കെ ഉണ്ട്. പക്ഷേ ഇതും പറഞ്ഞുകൊണ്ട് ഇനി ബാക്കിൽ നടക്കാൻ പോകണ്ട, എങ്കിലേ എല്ലാം കുളമാവും എന്നൊക്കെ ഹരീഷ് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ കണ്ടുപിടിച്ചതല്ലേ, ഇനി ഞാൻ ഒന്നും പറയണില്ല, ഏതൊരു പോന്ന് നോക്കട്ടെ എന്നൊക്കെ ഹരീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് സുധീഷ്. ഇത് കേട്ടിട്ട് നികേഷ് പറയുക, ഇതിൻ്റെ പേരും പറഞ്ഞ് എന്നിൽ നിധി ചേച്ചിയുടെ ബാക്കിൽ കൂടെ നടക്കുകയൊന്നും ചെയ്യരുത്, നമ്മളൊരു സംശയം പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും സുഭാഷ് പറയുക, എനിക്കും തോന്നിയതാ എന്തോ ഒരു മാറ്റം എല്ലാവരുടെ ജീവിതത്തിലും അവിടെ പോയ പിന്നെ ഉണ്ട്. അത് ഇത്രയും നാളും നമുക്ക് അറിയാത്ത ഒരു കാര്യമായതുകൊണ്ടാവും അല്ലേ എന്നൊക്കെ സുഭാഷ് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും നിധിയാണെങ്കിൽ വരുന്നുണ്ട് അകത്തുനിന്ന്. നിധി പറയുക, ഈ കുറച്ച് ദിവസങ്ങൾ നമുക്ക് ഒരു വല്ലാത്ത ഒരു ദിവസമായിരുന്നു അല്ലേ. എന്തായാലും പറയാൻ പറ്റുന്നില്ല. എല്ലാവരുമായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത ദിവസങ്ങളായിരുന്നു. ഇനിയും വല്ലപ്പോഴും നമുക്ക് അങ്ങോട്ടൊക്കെ പോകണം ക്ഷേത്രത്തിൽ, എന്നാലേ എല്ലാ തടസ്സങ്ങളും മാറി കിട്ടുകയുള്ളൂ എന്നൊക്കെ നിധി പറയുന്നുണ്ട്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, അത് ശരിയാ നിധി പറയുന്നത്, നമുക്ക് ഇനിയാണെങ്കിൽ ഇതുപോലെ ഒരിടം പോവാതെ ഇരിക്കൽ, ക്ഷേത്ര ദർശനമൊക്കെ എല്ലാവർക്കും വേണം. ഇനി ഇടയ്ക്കൊക്കെ എല്ലാവരുമായിട്ട് പോകണം, അച്ഛനെയും കൂടെ കൊണ്ടുപോവുകയും ചെയ്യണം എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ട് നിധിയുടെ അടുത്ത്.